നെയ്യാർ ഇറിഗേഷൻ കനാലിൽ കുടുംബം സഞ്ചരിച്ച കാർ 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം. കാറിലുണ്ടായിരുന്ന 5 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായ ജയേഷും ഭാര്യയും 5 വയസ്സുകാരിയായ മകളും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ബാലരാമപുരം പുന്നക്കാടിന് സമീപമാണ് അപകടം. കൈവരിയില്ലാത്ത ഇറിഗേഷൻ കനാലിൻ്റെ റോഡിലൂടെ വാഹനം പോകുമ്പോഴാണ് റോഡിൽ നിന്നും തെന്നിമാറി കനാലിലേക്ക് പതിച്ചത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. സംഭവം അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ബൈക്കിന് സൈഡ് കൊടുത്തെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ വീട് താഴേക്കാണ് എൻ്റെ വീട്. ഈ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കൂടി എല്ലാവരും കൂടി വന്ന് ബാക്കിലത്തെ ഗ്ലാസ് പൊട്ടിച്ച് ഡോറ് തുറന്ന് കുഞ്ഞിനെയും രണ്ടുപേരെയും പുറത്തെടുത്തു. എൻ്റെ വീട്ടിൽ അവിടെ തന്നെയാണ് കൊണ്ട് ഇരുത്തിരുന്നത്. എന്നിട്ട് രാത്രി ഒരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു. അവരുടെ വീട് ഓലത്തന്നെയാണ്. ആ കുഞ്ഞിൻ്റെ വീട് ഇവിടെ റസൽപുരത്താണെന്ന് പറഞ്ഞു. 3 വണ്ടി വീഴുന്നിട്ടുണ്ട്. ഇത് 4ാമത്തെ വണ്ടിയാണ് ഇവിടെ വീഴുന്നത്. ഇത് രാത്രി 8:45 ഇവിടെ സംഭവിച്ചത്. കാരണം ഇത് ചെറിയ റോഡായതുകൊണ്ട് ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് പോകാൻ പറ്റില്ല. അവർക്ക് ഇവിടുത്തെ റോഡിൽ അത്ര പരിചയക്കുറവുണ്ടായിരിക്കാം സംഭവിച്ചത്. ഒന്ന് ഈ ചാനലിൽ പൈപ്പ് ഇട്ട് പോകണം. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഈ ചെറിയ വണ്ടി കണക്കാക്കി ഇവിടുന്ന് ഒരു നമ്മൾ ഈ ബാരിക്കാട് പോലില്ലേ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇത് ഏതാണ്ട് 15 വർഷം കൊണ്ട് മുരുകൻ പരിചയപ്പെട്ടിരിക്കുന്ന വാർട്ടാണ് കളത്തുള്ള വാർട്ട്. ഇഷ്ടം 4-5 വണ്ടി വീണിട്ടുണ്ട്. ഇത് അഞ്ചാമത്തെ വണ്ടിയാണ് വീണത്. ഇത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാലത്തിലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കാരണമാണ്. ഒരു 6 മാസം മുമ്പ് ഒരു വണ്ടി വീഴ്ന്നിട്ടുണ്ട്. ഇത് തുടർന്ന് വീഴുന്നോണ്ടിരിക്കുകയാണ് വണ്ടികളൊക്കെ. ആരും വന്ന് നോക്കുന്നില്ല. സൈഡ് വാള കെട്ടാനും പറ്റും. താഴെ തന്നെ വരാൻ പറ്റുള്ളൂ. കാരണം അത് ലക്ഷങ്ങൾ ചെലവുണ്ട്. ഇത്രയും ദൂരം കെട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഇവിടെ. 6 മാസം മുമ്പ് ഇതേ സ്ഥലത്ത് മറ്റൊരു കാറും മറിഞ്ഞിരുന്നു. അടിയന്തരമായി കനാലിന് കൈവരി നിർമ്മിക്കണമെന്ന ആവശ്യവും നാട്ടുകാരിൽ ശക്തമാകുന്നു.